അതാ നോക്കൂ മുറ്റത്തൊരു മൈന. വയറ് കാണിച്ചു. അതൊക്കെ അത്ര നല്ല സ്വഭാവമാണോ ചേച്ചി? പിന്നെ എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കാം. എന്താടോ നന്നാവാത്ത? ഞാൻ ആരുടെയും ലൈഫിലോട്ട് കയറി വരുന്നുണ്ടോ? എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കുന്നു. എന്തിനാണത് എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അല്ല ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നം. എനിക്കൊന്ന് ചിരിക്കാൻ പറ്റത്തില്ലേ? ഞാൻ സുധിച്ചേട്ടന്റെ മരണത്തിന്റെ ദിവസം ഞാൻ എന്റെ വർക്കിനെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ലേ? അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. എന്താ ഇത്ര കുറ്റം? പിന്നെ സുധിച്ചേട്ടൻ എന്റെ ഭർത്താവല്ലേ, നാട്ടുകാരുടെ ഭർത്താവൊന്നും അല്ലല്ലോ. അല്ല കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഞാൻ 24 മണിക്കൂർ കരഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല. കരഞ്ഞോണ്ടിരിക്കാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനൊന്നുമില്ല, അതൊരു ചടങ്ങാണ്, അത് ഒരു അഭിനയമാണ്. എന്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ചു മരിക്കും. താങ്കൾ ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. മാക്സിമം താങ്കളുടെ കാര്യമല്ല പറഞ്ഞു, ഞാൻ ഈ നെഗറ്റീവ് പറഞ്ഞോളെ കാര്യമാണ് പറഞ്ഞത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ ജനങ്ങളുടെ കാര്യം. അത് ഇത്ര പെട്ടെന്ന് ഒരു പ്രൊവോക്കേഷൻ വന്നത് എവിടെ നിന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് കളിയാക്കലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. അതൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? ഞാൻ എങ്ങനെ ഇടുന്ന ഡ്രസ്, അതായത് സാധാരണ ഇട്ടോണ്ട് നടക്കുന്നതാണ്. ചേച്ചി എന്ത് ഡ്രസ് ഇട്ടാലും കുറ്റവാ. നല്ല ഇടപാടാണല്ലോ ഇത്. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഞാനിപ്പോ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് ഞാനൊരു കമന്റ് കണ്ടതാണ്. എന്റെ ദൈവം, ഈ കമന്റ് ചേച്ചിയുടെ, സത്യം പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ കമന്റ്സ് ആണ് അൾട്ടിമേറ്റ്. എന്തിനാ എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നത്? സുന്ദരിയാവുന്നത് ഒരു പ്രശ്നമാണോ ചേച്ചി? ഞാൻ എനിക്ക് തുണി കൊടുക്കാൻ കുറ്റമാക്കാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും ഇനി ഡ്രസ് ഇടാൻ നടന്ന കുറ്റം കാണുമല്ലോ. ഡ്രസ് ഇടാനൊക്കെ നടന്നാ നീ എന്താ ഇങ്ങനെ ആയി പോയാ? നിനക്കൊരു കാര്യം പറഞ്ഞ മനസ്സിലായി, ഒരു വിവരം വേണ്ടടാ. സന്തോഷം എന്താ? എനിക്ക് നെഗറ്റീവ് കിട്ടിയാലും സന്തോഷമാണ്, പോസിറ്റീവ് കിട്ടിയാലും ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരാൾ. നെഗറ്റീവ് കിട്ടിയാൽ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലയാ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ടൊന്ന് നോക്കിയേ. ഫേസ്ബുക്കും ഇൻസ്റ്റയും തുറക്കാൻ പറ്റണില്ല. എന്നാന്നറിയത്തില്ല, മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് ഓരോ നെഗറ്റീവ് ഇഷ്ടപ്പെടുവാണോ? അതെ, ഇഷ്ടപ്പെടുവാണ്. അങ്ങനെയാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഓരോരോ ഒരു ഊർജ്ജമാണ് നെഗറ്റീവ്സ്. ഞാൻ ചിരിച്ചു പോയനെ. അപ്പൊ ലാസ്റ്റ് ആൽബത്തില് പറതിയിട്ട നടന്നു, അതിലും കുറ്റം, അതിലൊന്നും കാണിക്കുന്നില്ല. അതിലും കുറ്റമുണ്ട്. അല്ല, അല്ലെങ്കിൽ എന്താ കാണിക്കുന്നത് ചേച്ചി? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, വയറ് കാണിച്ചു. അതൊക്കെ അത്ര നല്ല സ്വഭാവമാണോ ചേച്ചി? പിന്നെ എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കും. അത് ചുമ്മാ കാണിക്കുവല്ലേ, കൊണ്ടുവരുന്നത് പൊക്കി കാണിക്കുവല്ലേ. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇതിനൊരു നാണല്ലേ? ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. അതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഞാൻ കാണിച്ചു. ഇനിയും കാണിക്കും അങ്ങനത്തെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ ചോദിക്കുന്നത്, രേണു ചേച്ചിക്ക് എന്റെ കൊമ്പുണ്ടോ? എന്റെ ദൈവമേ, ഒന്നും ഇടാനും പറ്റത്തില്ല, ഇടാതിരിക്കാനും പറ്റത്തില്ല. എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടി പോയത് എന്റെ കുഴപ്പാ. ഉമ്മ വെക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാതിരിക്കാനും പറ്റത്തില്ല. വല്ലാത്ത ഒരു. എന്തിനാ ഇരുമാതിരി ഉമ്മയൊക്കെ വെക്കുന്നത്? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. എന്തോന്ന് അഭിനയിക്കുന്ന കാര്യല്ലേ പറഞ്ഞത്? അല്ല, അഭിനയിക്കുമ്പോൾ ഉമ്മ വെക്കണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.